ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് ഇഷ്ടമാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുകയായിരുന്നല്ലോ. നമ്മൾക്ക് കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായിട്ട് തീർന്നു എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം വായിക്കുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മളെ രക്ഷിക്കുവാനായിട്ട്, നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട്, നരകശിക്ഷയിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് വന്നു. അവൻ നമ്മൾക്ക് പകരമായി ക്രൂശിൽ മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റു. അത്രയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. ഇനി നമ്മൾക്ക് കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ച് പഠിക്കാം. അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. നമുക്ക് ഒന്നും കൂടെ ആ വാക്യം വായിക്കാം. ഈസി ആയിട്ടുള്ളൊരു വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവമാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടതിന് ശേഷം അവൻ ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. മാത്രമല്ല സ്ത്രീകൾക്ക് പ്രത്യക്ഷനായി. അത് തന്നെയല്ല, കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതലൊരുക്കി അവരോടുകൂടെ അത്താഴം കഴിച്ചു. പിന്നെയും പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ശിഷ്യന്മാർ യേശു മീനും തേനും കർത്താവിന് കൊടുത്തു. കർത്താവ് അത് അവർ കാണുകെ തിന്നു. അവരെ വീണ്ടും കർത്താവ് ഈ സമയങ്ങളിലെല്ലാം ദൈവവചനം പഠിപ്പിക്കുകയും അവരോട് പറഞ്ഞു. അതിനുശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി എനിക്ക് സാക്ഷികളാകണം എന്ന് അവരെ പഠിപ്പിച്ചു. അതിനുശേഷം കർത്താവ് അവരോട് പറഞ്ഞു, സ്വർഗത്തിലുള്ള ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. എൻ്റെ ദൗത്യം തീർന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുവോളം യെരുശലേമിൽ തന്നെ പാർക്കണമെന്ന് പറഞ്ഞു. 40 ദിവസത്തോളം കർത്താവ് പലപ്പോഴും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരെ വചനം പഠിപ്പിച്ചു. അതിനുശേഷം കർത്താവ് അവരെ ബെഥാനിയയിലേക്ക് സമീപമുള്ള ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. അങ്ങനെ നിങ്ങൾ സുവിശേഷം എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ കർത്താവ് ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. അപ്പോൾ ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു. അതാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഗലീല പുരുഷന്മാരെ, ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞതുപോലെ കർത്താവ് വീണ്ടും വരും എന്ന് ദൂതൻ അവരോട് പ്രസംഗിച്ചു. ആ വാക്യം നമുക്ക് ഒന്നും കൂടെ പഠിക്കാം. അവിടെ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ന്റെ 11-ാം വാക്യമാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അനേക ഗുണപാഠങ്ങൾ ഇത് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് യേശു ദൈവമാണെന്ന് അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തതിൽ നിന്ന് വ്യക്തമായി. രണ്ടാമതായിട്ട് കർത്താവ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നു. നമ്മൾ ഭാഗ്യമുള്ളവരാണ്. മൂന്നാമതായിട്ട് നാം സുവിശേഷം എല്ലാവരോടും പറയണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപായി പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി എൻ്റെ സാക്ഷികളാകണമെന്നുള്ളതാണ്. നാലാമതായിട്ട് നാം ദൈവവചനം പഠിച്ച് അതിൽ ഉറച്ചു നിൽക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസത്തോളം ശിഷ്യന്മാർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷനായി അവരെ ദൈവവചനത്തിൽ ഉറപ്പിച്ചു പോകുന്നു എന്ന് നമുക്ക് കാണുന്നു. അഞ്ചാമതായിട്ട് നാം സ്നാനമേൽക്കണം എന്നുള്ളത്, അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് നാം സ്നാനമേൽക്കേണ്ടത്. അവിടെ ത്രിയേക ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആറാമതായിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതുകൊണ്ട് നാം മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ
നാം കർത്താവിനെ ഏക ദൈവവും ഏക രക്ഷകനുമായിട്ട് സ്വീകരിക്കണമെന്ന്, എന്നാൽ നാം രക്ഷിക്കപ്പെടും. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് തന്ന വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് വന്നു, ഈ ലോകത്തിലേക്ക് വന്നു, മരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഇന്ന് സ്വർഗാരോഹണം ചെയ്തതിനെക്കുറിച്ച് പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനായിട്ട് സ്വർഗത്തിൽ ജീവിക്കുന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ കർത്താവിൻ്റെ മക്കളാകുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാലാകാലങ്ങളിൽ അങ്ങേ വിശ്വസിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണമേ. പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദുഷ്ടൻ്റെ കയ്യിൽ ഞങ്ങളെ വിടുവിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? മറ്റുള്ളവരും അറിയാൻ വേണ്ടി ഷെയർ ചെയ്യണം. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിൽ കൈ അമർത്തിയാൽ ആൻറ്റി എപ്പോഴിടുന്നു അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയാകും. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.